നമസ്കാരം. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ യാത്രാക്രമം ജോർദാനിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ജോർദാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദി ജോർദാനിലെത്തിയത്. ജോർദാൻ തലസ്ഥാനമായ അമ്മാനിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസാൻ സ്വീകരിച്ചു. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബൻ അൽ ഹുസൈന്റെ ക്ഷണപ്രകാരമാണ് മോദി സന്ദർശനത്തിന് എത്തിയത്. ഡിസംബർ 16 വരെ ജോർദാനിൽ തങ്ങുന്ന മോദി രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബൻ അൽ ഹുസൈനുമായി ചർച്ച നടത്തും. ജോർദാനിലെ ഇന്ത്യൻ പ്രവാസിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതും പദ്ധതിയിലുണ്ട്. ഏകദേശം 17,500 ഇന്ത്യൻ പ്രവാസികൾ ജോർദാനിലുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1947 ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. ഇതിന്റെ 75-ാം വാർഷികമാണ് ഇത്. നിലവിൽ ജോർദാന്റെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. 2023 മുതൽ 24 സാമ്പത്തിക വർഷത്തിലെ ഉഭയകക്ഷി വ്യാപാരത്തിൽ $2.875 ബില്യൺ ആയിരുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ ജോർദാൻ സെന്റർ ഓഫ് എക്സലൻസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ജോർദാനിൽ ഫോസ്ഫറേറ്റ് വളങ്ങൾ, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ $1.5 ബില്യൺ നിക്ഷേപവും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ജോർദാനിൽ നിന്നും ഡിസംബർ 16 പ്രധാനമന്ത്രി എത്യോപ്യയിലേക്ക് യാത്ര തിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എത്യോപ്യൻ സന്ദർശനമാണ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനമായ അഡിസ് അബാബയിൽ അദ്ദേഹം എത്യോപ്യൻ പ്രധാനമന്ത്രി ആബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഗ്ലോബൽ സൗത്തിലെ പങ്കാളികൾ എന്ന നിലയിൽ സൗഹൃദം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും കരാറുകളും ഉണ്ടെന്നാണ് വിവരം. തുടർന്ന് ഇവിടെ നിന്നും ഡിസംബർ 17 ഒമാനിലേക്ക് തിരിക്കും. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ 17 മുതൽ 18 വരെ ഒമാൻ സുൽത്താനേറ്റിൽ തങ്ങുന്നു. വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, കൃഷി, സംസ്കാരം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താനുള്ള കരാറുകളും മറ്റും ഈ സന്ദർശനത്തിൽ ഉണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70-ാം വാർഷികം പ്രമാണിച്ചാണ് മോദിയുടെ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൗഹൃദവും ശക്തമായി ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും അടിവരയിടുന്ന സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയും ഒമാനും പങ്കിടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് സന്ദർശനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 2023 ഡിസംബറിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ, കൃഷി, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിന് അവസരം നൽകുന്നു. പരസ്പരം താല്പര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനും ഈ സന്ദർശനം വേദിയാകും.